കാറ്റഗറി നമ്പർ 535/2023 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വാരിയസിന്റെ കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലയിലെ ഫൈനൽ ആൻസർ കീ ഇന്ന് PSC പ്രസിദ്ധീകരിച്ചു. 6 ക്വസ്റ്റ്യന് ഡിലീഷൻ അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്തത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് 17ാമത്തെ ചോദ്യം. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള അതിന്റെ ഉത്തരം EMS നമ്പൂതിരിപ്പാട് എന്നതായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നതായിരുന്നു. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ C ആയിരുന്നു ഉത്തരം. അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്നത്. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് 18ാമത്തെ ക്വസ്റ്റ്യനും. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളാണ് ഈ വർഷത്തിൽ പഠന വിധേയമാക്കിയത് എന്ന ചോദ്യം 19ാമത്തെ ചോദ്യം. അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം 143 എന്നായിരുന്നു അതിൻ്റെ ഉത്തരം. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനിസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നതായിരുന്നു ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ D ആയിരുന്നു. 1, 3 പ്രസ്താവനകൾ ശരി എന്നതായിരുന്നു. ഫൈനൽ ആൻസർ കീ പ്രകാരം ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അടുത്തത് 25ാമത്തെ ചോദ്യം. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ A 1 മാത്രമാണ് തെറ്റ് എന്നതായിരുന്നു. പക്ഷേ ആ ക്വസ്റ്റ്യന് ആൻസർ ചേഞ്ച് വരികയാണ് ഉണ്ടായത്. ഓപ്ഷൻ D ആണ് പുതിയ ഉത്തരം, ഇവയൊന്നുമല്ല. അടുത്തത് 38ാമത്തെ ചോദ്യം. തിരുവല്ല പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത് എന്നതാണ് ചോദ്യം. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം അതിന്റെ ഉത്തരം ഓപ്ഷൻ C ആയിരുന്നു, ഫുട്ബോള്. ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ കീയിൽ വന്ന ഡിലീഷനും ആൻസർ ചേഞ്ചും നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ എങ്ങനെ ബാധിച്ചു എന്ന് കമന്റ് ചെയ്യൂ.